Assalamualaikum. Welcome back to Simply UK. അപ്പോൾ ഇന്ന് ഐസ്ക്രീം സ്റ്റിക്കും കാർഡ്ബോർഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കാർഡ്ബോർഡ് ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കോമ്പസിൽ ഒരു 10 സെൻറ്റിമീറ്റർ അളവിൽ ആ കാർഡ്ബോർഡിൽ ഒരു കർവ് ഷേപ്പ് പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോമ്പസ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഒരു അടപ്പ് എന്തെങ്കിലും വെച്ചിട്ട് വരച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ കറക്റ്റ് അളവ് പറയാൻ വേണ്ടിയിട്ടാണ് കോമ്പസിൽ എടുക്കുന്നത് കേട്ടോ. ഇനി ഒരു 6 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഒരു സെമി സർക്കിൾ വരച്ചു കൊടുക്കുന്നുണ്ട്, ഒരു പകുതി സർക്കിൾ. അപ്പോൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഐസ്ക്രീം സ്റ്റിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അത് ഓരോന്നും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 8 സെൻറ്റിമീറ്റർ സൈസിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനതിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, ചിലപ്പോൾ 2 പീസൊക്കെ ആയിട്ട് അത് സ്പ്ലിറ്റ് ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഓരോ പീസും അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ പീസും അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ പീസുകളൊക്കെ നമുക്ക് ആ കാർഡ്ബോർഡിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഓരോ പീസായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ആദ്യം 3 പീസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ 2 ഗ്യാപ്പിലും 3 പീസുകൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഐസ്ക്രീം സ്റ്റിക്ക് ഓരോന്നും മുകൾ ഭാഗം കുറച്ച് ഗ്യാപ്പ് വരുന്ന രീതിയിലാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഫസ്റ്റ് 9 പീസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് 9 പീസും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കുമ്പം ഓരോ 2 പീസിൻ്റെയും ഇടയിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പിൽ വരുന്ന രീതിയിലാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇതാ ആ പീസുകളെല്ലാം അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ വേറൊരു പീസും കൂടെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ 2 പീസാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത്. ഇനി കാർഡ്ബോർഡിൽ തന്നെ 4 സെൻറ്റിമീറ്റർ സൈസിലുള്ള 2 സ്ക്വയർ പീസുകൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ 2 പീസും ആ കാർഡ്ബോർഡിൻ്റെ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്ലവർ വൈസാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. പോപ്സിക്കിൾ വെച്ചിട്ട് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കൂലേ, അതേപോലത്തെ ഒരു ഫ്ലവർ വൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമുക്ക് ഡൈനിങ് ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു ഫ്ലവർ വൈസാണ്. അപ്പോൾ ഞാൻ ആ കാർഡ്ബോർഡ് പീസിന് ഒരു സൈഡിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലവർ വൈസിൻ്റെ മറ്റേ സൈഡും ഗ്ലൂ അപ്ലൈ ചെയ്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ എല്ലാം ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ഫെവിബോണ്ടോ അല്ലെങ്കിൽ ഫെവിക്കോളോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഒട്ടിച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം കേട്ടോ. ആ ഗ്ലൂ നന്നായിട്ട് തന്നെ ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, എന്നാലേ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ അത് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ എല്ലാം അങ്ങനെ നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി കുറച്ച് സെയിം സൈസിലുള്ള ഐസ്ക്രീം സ്റ്റിക്കൻ എടുത്തിട്ട് അതിൻ്റെ 2 സൈഡിലായിട്ടും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആ കാർഡ്ബോർഡ് കവർ ചെയ്യുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 5 പീസാണ് കേട്ടോ ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും ഒട്ടിച്ചു കൊടുക്കണം. രണ്ട് സൈഡും ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴ്ഭാഗം കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു ഐസ്ക്രീം സ്റ്റിക്കിന് തന്നെ 2 പീസാക്കി എടുക്കുക. ആ സൈസിലുള്ള കുറച്ച് പീസുകൾ വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ താഴ്ഭാഗത്ത് സ്റ്റിക്കൊന്ന് വെച്ച് നോക്കിയാൽ മതി. എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലത്തെ കുറച്ച് പീസുകൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി അത് ഓരോന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലവർ വൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ കാണാൻ. ഇനി അതിനെ ഒന്നുകൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ലേസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ സ്റ്റിക്കുകൾ തമ്മിൽ ജോയിൻ ചെയ്യണ ആ ഒരു ഭാഗത്ത് 4 സൈഡിലും ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ലേസ് ഒട്ടിച്ചില്ലെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അതിൽ ഫ്ലവറൊക്കെ വെച്ച് വരുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും കാണാൻ. അല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചെറിയ ടൈപ്പ് മുത്ത് വരുന്ന മാലകളുണ്ടല്ലോ, വലിയ മാലകൾ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ഡ്രസ്സിൽ അതുപോലെ ഹെയർ ബാൻഡ് അങ്ങനത്തേലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതുപോലത്തെ മുത്തിൻ്റെ മാലകളുണ്ടല്ലോ, ഗോൾഡൻ കളർ, സിൽവർ കളർ, വൈറ്റിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് സൈഡിൽ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ കട്ടിയുള്ള നല്ല ഭംഗിയുള്ള ത്രെഡുകളുണ്ട്, അല്ലെങ്കിൽ ലേസുകൾ, അതൊക്കെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ 4 സൈഡിലും ഇതുപോലെ ആ ലേസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മുകളിലായിട്ട് ഒരു ലൈനും കൂടെ ഈ ലേസ് ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഫ്ലവർ വെച്ച് കൊടുക്കുക ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ലൈനും കൂടെ ഇതുപോലെ ആ ലേസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു ഷേപ്പിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ആ ലേസ് അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് മാത്രമാണ് കേട്ടോ ഇപ്പോൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, ഈസിയാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഡൈനിങ് ടേബിളിൽ സെൻറ്റർ പീസ് ആയിട്ടൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തുകൊണ്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക്